വിദ്യേ വിദ്യേ അത് വരണോ? ലേശം വെള്ളം എടുത്തോ. ആ ഒരുപാട് ദാഹിച്ചോ വെള്ളത്തിന്? ഞാനൊന്ന് കുളിക്കാം. അതെയോ? വേണോ? ഓ ഭയങ്കര ദാഹായല്ലോ. മോട്ടർ ഉണ്ടായിരുന്നില്ല. അയ്യോ മോട്ടറല്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല, അപ്പൊ മോട്ടർ ഇടാൻ പറ്റിയില്ല. ചൂട് ഭയങ്കര ചൂട്. വിശക്കുണ്ടോ? വിശക്കണമൊന്നുമില്ല, ഭയങ്കര ചൂട്. അതെ, ഇന്നത്തേക്കും കൂടെയുള്ള മരുന്നേ ഉള്ളു. നാളേക്ക് എന്താ ചെയ്യാ? അമ്മയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് എന്തോ കാശിന്റെ കുറച്ച് കിട്ടിയിട്ടുണ്ട്, ഇന്നലെ പണിയെടുത്തതിന്റെ. അതേറ്റ് വരാന്നാ പറഞ്ഞത്. പക്ഷെ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാം? മരുന്ന് മുടക്കാൻ പറ്റില്ല. 1-2 ദിവസം മുടങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ടപ്പോ എന്താ ചെയ്യുക? മുടക്കാൻ പറ്റില്ല. ആ മാരാരുടെ അടുത്തുനിന്ന് ഇത്രയും കൂടെ കാശ് മേടിച്ചാലോ? അത് വേണ്ട. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആര്? അവൻ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാ. ഗൾഫിലെവിടെയായിരുന്നു തോന്നുന്നു. മറ്റേ ആ പ്രദീപനാ? ആ അതന്നെ. ഇപ്പൊ ഇവിടെ ഉണ്ടോന്നാവും. അതൊരു കോഴിയാണ്. ചിലപ്പോ വല്ല ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒക്കെ ആവും. ഒന്ന് വിളിച്ചു നോക്കാം, സഹായിക്കും. ഏട്ട സംസാരിക്കോ? നീ സംസാരിച്ചാ മതി, കുഴപ്പമൊന്നുമില്ല. ഓ അങ്ങനെ ഒരാളാണ് ചിട്ട് അങ്ങനെ എന്നോടൊന്നും അങ്ങനെ ഇല്ലാതെ. ഫോൺ എന്തേ? കുട്ടി അങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ടോ? ഞാൻ നോക്കട്ടെ, ഫോൺ എടുത്തിട്ട് വരാം. അവനോട് ഇന്ന് ഗെയിം വിളിക്കായിരുന്നു. നമ്പർ എന്താ സേവ് ചെയ്തിരിക്കണേ? പ്രദീപ് എടപ്പാളുന്നുണ്ടാവും, UAE കൂടി ഉണ്ടാവും, ചിലപ്പോ എഴുതിയിട്ടുണ്ടാവും. 2 നമ്പർ ഉണ്ടോ? അല്ല, ഇനിയിപ്പോ എന്താ എഴുതിയെന്ന് എനിക്ക് ഓർമ്മയില്ല. നോക്കട്ടെ. പ്രദീപ് എടപ്പാള് UAE ഉണ്ട് ബ്രാക്കറ്റില്. ഈ സംസാരിച്ചാ മതി. എന്റെ ഭാര്യയാണ് പറഞ്ഞോളാം. ഹലോ, പ്രദീപ് ഏട്ടനല്ലേ? ഞാൻ മനോജിന്റെ വൈഫാ. താണിക്കത്തെ. അതെ അതെ. പ്രദീപ് ഏട്ടൻ ഇവിടെ നാട്ടിലുണ്ടെന്ന് വിചാരിച്ചിട്ടാ ഈ നമ്പറിൽ വിളിച്ചത്. അത് പെട്ടെന്ന് പോയില്ല. ഗൾഫിലേക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പൊ നാട്ടിലുണ്ട് അല്ലേ? ഏട്ടനൊന്ന് കാണണം പറയണ്ട്. എവിടെ? ഇവിടെ അടുത്തുണ്ടോ? മരിച്ചു കൊടുത്തിട്ട്. അതെ, എന്നാ ഒന്ന് ഇത്രടം വരെ വരോ? ശരി, വരാം. ചിലപ്പോ വരും. ചായ എന്തെങ്കിലും കൊടുക്കണം. കട്ട മാത്രമേ ഉള്ളൂ കേട്ടോ. പഴയ കൂട്ടുകാരനാ. എന്നാ ഞാനിപ്പോ വരാം. ചോറടുപ്പത്തുണ്ട്. ഇനി എന്തേലും വേണോ? ഒന്നും വേണ്ട. എന്നാ ഒന്ന് ഉറങ്ങിക്കോ. മനോജെ, എന്താണ് പാട്? ഇരിക്കേ, അവിടെ ഷൂ ഉണ്ടാവും. എന്താണ് അവസ്ഥ? കുഴപ്പമൊന്നുമില്ലല്ലോ? പിന്നെ ഞാൻ അപ്പുറത്ത് വന്നതാ. ഇവിടുന്ന് അവിടുന്ന് 3ാമത്തെ വീടല്ല എന്റെ. ഈ അപ്പൊ സുരേഷ് മരിച്ചറിഞ്ഞില്ല? അറിയൊക്കെ ചെയ്തു, പോകാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോ കുറച്ച് നേരത്തെ അറിഞ്ഞത്, അപ്പൊ വേഗം ഒന്ന് ഓടി വന്നതാ. വല്ലാത്തൊരവസ്ഥയാണ് ട്ടോ, കാണാൻ വയ്യ. എന്താ പറയാ, എന്താ ചെയ്യണ? ചെറുപ്പത്തിൽ തന്നെ 3 മക്കളും ഉണ്ട്. 3 ചെറിയ കുട്ടികള്. ഒക്കെ അറിയാം. ഇനിയിപ്പോ എങ്ങനെ ജീവിതമൊക്കെ ഉണ്ടാവുക പോലെ? നമ്മളെ കൊണ്ട് പറ്റണ പോലെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കാല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. എന്താണ് മരുന്നൊക്കെ വാങ്ങലില്ലേ, കഴിക്കലില്ലേ? കഴിക്കുന്നുണ്ട്. ഞാൻ അന്നെ ഒന്ന് വിളിക്കണോ വിചാരിച്ചിരുന്നു. 2 ദിവസമായി ഇങ്ങനെ വിചാരിക്കണു.
എന്തായിരുന്നു കാര്യം? ഞാൻ എന്തായാലും 2-3 ദിവസമായിട്ട് ഒന്നുകൊണ്ട് വരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നടന്നില്ല. അപ്പൊ ഇനിയിപ്പോ ഏതായാലും ഇപ്പൊ ഒന്ന് വന്നപ്പോ അതിലിടയ്ക്ക് ഈ വിളിക്കും ചെയ്തല്ലോ. അപ്പൊ നന്നായി. എന്തേലും അത്യാവശ്യം എന്തേലും ഉണ്ടായിരുന്നാ? ഒന്നുമില്ല, ഒന്ന് കാണാനേ. വിദ്യേ വിദ്യേ അത് വൈഫാ? എന്റെ വൈഫിന്റെ പേര് വിദ്യ എന്നാണല്ലേ? ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. വിദ്യേ ഞാൻ കണ്ടില്ല ആളെ. വന്നാ പ്രദീപ് വന്നിട്ടുണ്ട്. ആ നമ്മള് കണ്ടിട്ടില്ല അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യട്ടെ, കല്യാണത്തിന്റെ സമയത്തൊട്ട് ഒരു ഓർമ്മയില്ല. കല്യാണം കഴിച്ചിട്ട് ആ അന്ന് നല്ല മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ തടിയൊക്കെ കൂടി. അപ്പൊ എന്താ ഇത് ഇങ്ങനെ തടിക്കണ വല്ല അസുഖമുണ്ടാ? ഷുഗറാ, പ്രഷർ, അപ്പൊ അതൊക്കെയുള്ള ആൾക്കാർക്ക്. പ്രശ്നമുണ്ട്. അതെയാ, ശരി. ഞാൻ ചായ എടുക്കാം. അല്ല നിക്ക്, ചായ എടുക്കണ ചായ ഒന്നും വേണമെന്നില്ല. ഇനിയിപ്പോ ഞാൻ പോവുകയാണ, ചായ ഒന്നും കൊടുക്കണ്ട. ഇച്ചിരി കട്ടൻ ചായ എടുക്കാം. അതെ, പിന്നെ അങ്ങനെ ആവട്ടെ. ഉള്ളൂട്ടടാ. ആഹാ, ഓക്കെ. പാലൊന്നുമില്ല, ഈ കട്ടൻ കുടിക്കൂലേ? കട്ടൻ എന്താ, ഞാൻ എന്താ കുടിക്കാത്തത്? കട്ടനും കുടിക്കും, പാൽച്ചായയും കുടിക്കും, ഒക്കെ കുടിക്കും. ഗൾഫിലൊക്കെ പോയി ഒന്ന് വെച്ചുമ്പോ പിന്നെ ഗൾഫിൽ പോണവരൊക്കെ കട്ടൻ മറന്നിട്ടുണ്ട് പോവല്ലേ. കട്ടൻ എന്താ നമുക്ക് മറക്കാൻ പറ്റുമോ? നമ്മളൊരുപാട് നടന്നിട്ടുള്ള. പിന്നെ കട്ടൻ ചായ കുടിക്കല്, കട്ടൻ ചായ കുടിച്ചാലേ ചിലപ്പോ ഒരു ഉന്മേഷം വരുള്ളൂ. ഇതിൽ തന്നെ വൈകുന്നേരം ആകുമ്പോ ഒരു പോക്കുണ്ടാ ചായ കുടിക്കാൻ. അതന്നെ അതിനും വേണ്ടിട്ട് പോവും. ആ കടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കടി ഞാൻ എന്റെ കൈയിന്റെ വിരല് കടിച്ചോളാം, പോരെ? എപ്പോഴും മാറിയിട്ടില്ല. പറയാറുണ്ട്. കടിയില്ലാണ്ട ഞങ്ങളൊക്കെ എത്ര ചായ കുടിച്ചിരിക്കുന്നത്. അതൊന്നും ഒരു കുഴപ്പമുള്ളതല്ലാതെ. പിന്നെ എന്നെ വിളിച്ചെന്താ വെച്ചാലേ, ഈ പറഞ്ഞോ, എന്താണ് അനക്കെന്താ പറയാനുള്ളല്ലോ? എന്താണ് വിഷയം? എന്താ? വിദ്യ എന്നല്ലേ പറഞ്ഞ പേര്? എന്താ കാര്യം? എന്താ മരുന്ന് കഴിഞ്ഞാ? അത് പറയണ്ടേ? അവള് അമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ നാളെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ മരുന്ന് വാങ്ങിക്കൊണ്ടിരാനാ? നിങ്ങളാർക്കെങ്കിലും പോയിട്ട് വാങ്ങിക്കൊടുന്നാ പോരെ? അമ്മയുടെ കയ്യില് കുറച്ച് കാശിന്റെ പ്രശ്നമാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയണത്. എന്നാ അത് ഇങ്ങോട്ട് തുറന്ന് പറഞ്ഞൂടെ? കടമായിട്ട് തന്നാ മതി. കട അവിടെ നിക്കട്ടെ, എന്റെ മരുന്നിന്റെ കാര്യല്ലേ. നിങ്ങൾ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ അത് പറയണ്ടേ? അത് ശരി. അതല്ല, ഞാൻ അവിടെ ഒരു തയ്യൽ കടയിൽ പോകുന്നുണ്ട്. വീട്ടിലിരുന്ന് അടിച്ചു കൊടുക്കാം. പൈസ ഇപ്പൊ കിട്ടിയിട്ടില്ല. അല്ലടോ, എന്തിനപ്പൊ ഇങ്ങനെയൊക്കെ പറയണത്? ഇത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല, കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞാൽ പോരെ? എടുത്ത് തരില്ലേ? ഈ എന്തിനാ ഇങ്ങനെ പേടിക്കണത്? പിന്നെന്താണ്? കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അവള് കൊടുന്നേരും. അല്ലെങ്കിൽ കുട്ടിന്റെ അടുത്തിട്ട് കൊടുത്തയക്കട്ടെ. ഏത് കടയിലാണ് വർക്ക് ചെയ്യണത്? അവിടെ നമ്മുടെ അങ്ങാടിയിലുള്ള ആ മനോഹരനായിട്ടിന്റെ കടയില്ലേ? മനോഹരന്റെ കടയില. അവിടെ വേറെ 2-3 പെൺകുട്ടികൾ കാണലുണ്ടല്ലോ. ഞാൻ വീട്ടിലിരുന്ന് അടിക്കാം. ഏട്ടനെ വിട്ട് അങ്ങനെ പോവാൻ പറ്റില്ലല്ലോ. അപ്പൊ വീട്ടിലിരുന്ന് അടിച്ചിട്ട് കൊണ്ടുകൊടുക്കണം. ഞാൻ ആ വഴിക്ക് പോകുമ്പോഴൊക്കെ 3-4 പെൺകുട്ടികളെ അവിടെ എപ്പോഴും കാണാം. നിങ്ങളെ അവിടെ കാണലും ഇല്ല, നിന്നെ കണ്ടിട്ടില്ല. എനിക്ക് വയ്യാത്തോണ്ട് ഇവിടെ നിൽക്കും, മാറി നിൽക്കാനും പറ്റൂല. വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും ഏട്ടനും മരുന്നിനും അത്യാവശ്യ കാര്യത്തിനൊക്കെ നടക്കും. ഇപ്പൊ മൂപ്പറിന് ഒരു മെഷീൻ ഇവിടെ കൊടുത്തിട്ട് നന്നായിട്ട് വന്നപ്പോഴേ ശരി അത് അടിച്ച് കൊണ്ടുകൊടുക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കളക്ട് ചെയ്തോളും. ആയിക്കോട്ടെ. അപ്പൊ എന്താ മരുന്നിനൊക്കെ ചാർജ് വരുന്നത്? 1 മാസം മരുന്ന് അത്രേ ഉള്ളൂ. ഈ ഒരു 3 മാസം മരുന്ന് ഒന്നിച്ചണ്ട് വാങ്ങിയച്ചാളെ. ഈ പേടിക്കണ്ട, ഇതൊക്കെ മാറിക്കോളൂ, കേടൊക്കെ മാറിക്കോളൂ ട്ടാ. 3 മാസത്തൊക്കെ തൽക്കാലം വേണ്ട. എന്താ വെച്ചാലേ ചിലപ്പോ 1 മാസത്തിലൊന്ന് കാണിക്കാൻ പോകുമ്പോ എന്തെങ്കിലും മാറ്റി. ആയിക്കോട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്തു, തൽക്കാല പ്രാവശ്യത്തേക്കുള്ള മരുന്ന് വാങ്ങും. പൈസ കുറച്ച് ഞാൻ കൂടുതൽ തരാം ട്ടാ. മരുന്നിനുള്ള പൈസ നിങ്ങളെ നമ്പറിൽ നിന്ന് വിളിച്ചാൽ എന്തായാലും ഗൂഗിൾ പേ ഉണ്ടാ? ഉണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് വിട്ടുതരുന്നുണ്ട് കേട്ടാ. അല്ല, എന്റെ വാട്സപ്പിലേക്ക് ഒന്ന് നിങ്ങളെ നമ്പർ അയച്ചു തന്നാ മതി. വിദ്യയുടെ നമ്പറേ ഒന്ന് അയച്ചാൽ മതി. ആരെയല്ല ഗൂഗിൾ പേ ഉള്ളത്? അപ്പൊ വിദ്യയുടെ നമ്പർ ഒന്നിട്ട് തന്നാ മതി കേട്ടാ. അപ്പൊ എന്നാ ഞാൻ പോട്ടെ. ഞാൻ ഇവിടെ വന്നിട്ട് ആകെ ഇടങ്ങറായി, മനസ്സൊക്കെ ആകെ എന്തോ ഒരു വിഷമായി മരണ വീട്ടിൽ വന്നിട്ടേ. സാറിന് ഇപ്പൊ എന്തായാലും അന്നൊന്ന് കാണാൻ പറ്റിയല്ലോ.
എന്റെ ഭാര്യനെ ഒന്ന് കാണാൻ പറ്റി. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ശരി, ഓക്കെ എന്നാ. ഈ ഇടയ്ക്ക് വായോട്ടോ. ആ, ഇടയ്ക്ക് വരണ്ട് കേട്ടാ. ഓക്കെ, ശരി ശരി. ഏട്ടൻ പറഞ്ഞത് ശരി കേട്ടോ, ആളൊരു ഭൂലോക ഗിരിരാജ് തന്നെയാ. കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊക്കെ അങ്ങനെ ഒരു കാലത്തെ. കടയിൽ വരുന്ന എല്ലാ പെൺകുട്ടികളെയും അറിയാം. എന്തായാലും കൂട്ടുകാരനക്ക് തന്നെയായിരുന്നോ പണ്ട് പണി? ഞങ്ങളെ ഇടയിൽ ഓനൊരു സ്പെഷ്യൽ കോഴിയിരുന്നു. കഴിക്കാനായോ? കഴിക്കാനിപ്പോ എന്തെങ്കിലൊക്കെ വേണമെന്നൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ടായാലും മതി. നാളെ ഞാൻ കുറച്ച് അടിക്കാണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യട്ടെട്ടാ. ആ ചെക്കൻ അവിടെ ഇല്ലേ? ആ, ട്യൂഷന് പോയിക്കാ. അതെ. ഇത് ഞാൻ അന്ന് വന്ന് കണ്ടില്ലേ ആദ്യത്തെ ദിവസം. അന്ന് തന്നെ എനിക്ക് മനസ്സിലായിരിക്കുന്നു. ആ സ്പാർക്ക് കിട്ടിയപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ച് ഇത് ഞാൻ വളച്ചൊടിച്ച് ചാക്കിലാക്കുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തൊരു വീരിയായിരുന്നു ആദ്യം. പക്ഷെ ഞാന് ആ കല്യാണത്തിന്റെ സമയത്തൊക്കെ കണ്ടതാണ്. പക്ഷെ ഇനിയിപ്പൊ അതാണ്ട് സുന്ദരിയായതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പുറത്തല്ലേ, നമ്മൾ പ്രവാസികളല്ലേ, വല്ലപ്പോഴല്ലേ നാട്ടിൽ വരുള്ളൂ. ഇപ്പൊ കണ്ടപ്പോഴാണ് സംഭവം അടിപൊളി. തടി ഒന്നും കൂടി കുറച്ചോ. പിന്നെ ഞാൻ ഇന്നങ്ങോട്ട് വരട്ടെ. ആടോ എന്തിലാവട്ടെ, ഈ സമയമാകുമ്പോന്നില്ല. ഞാൻ വരാം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, മക്കളൊക്കെ ഉറങ്ങിക്കോളില്ലേ. ഈ സമയം പറഞ്ഞാൽ മതി, ഞാൻ കറക്റ്റ് ടൈമിന് എത്താം. ഓക്കെ ഓക്കെ. ചിരി. ഒന്നുമില്ല, ഞാൻ ആദ്യം കണ്ടപ്പോ തന്നെ ഉറപ്പിച്ചില്ലേ. എന്ത് എന്തേലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ അതിനെ പറ്റിയിട്ടില്ലേ? ഓൻ പറഞ്ഞതൊക്കെ ഇപ്പൊ സത്യാന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ഗുളികയുടെ സഡേഷനിലല്ലേ കിടക്കണ? അതിന് രാവിലെ പൊന്തുള്ളൂ. നീക്കില്ലല്ലോ. അറിയോ? ഗുളിക കഴിച്ചിണ്ടാവില്ലേ? ഗുളികയൊക്കെ ഞാൻ വായിട്ട് കൊടുക്കുന്നതല്ലേ, കൈയും കാലും കൊണ്ടൊന്നുമില്ലല്ലോ. മറക്കൂ. എന്നാലും നിങ്ങൾ എങ്ങനെ എന്നെ വളച്ചെടുത്ത്? ഞാൻ ഈ കാര്യത്തിലേ PhD എടുത്ത ആളാണ്. ഇതെന്നെ ഏട്ടൻ പറഞ്ഞ, നിങ്ങൾ ഇക്കാര്യത്തില് കുറച്ച് PhD ആണ്, നിങ്ങളൊരു ഗിരിരാജയാണ്. പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് തോന്നിയിട്ടുണ്ടോ അത് പറയുന്നുള്ളത്. കാരണം ഓനെ അറിയാൻ ശരിക്കും. അല്ല, ആ വന്ന ദിവസം തന്നെ എന്തിനാ എന്റെ കയ്യില് കയറി പിടിച്ചേ? ഒരു സ്പാർക്ക് കിട്ടാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരു സ്പാർക്ക് ഇട്ട് കൊടുത്താ അവിടെ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുക. അന്ന് ഞാൻ ഏട്ടന്റെ മുന്നിലായതുകൊണ്ടാ ചൂടാവാഞ്ഞ്. എന്നിട്ടിപ്പ ചൂടാവാതില്ലടോ. എന്ത് കൊറേ കാലായാലും ഇപ്പൊ അങ്ങനെ തളർന്ന് കിടക്കണം. എങ്ങനെയായിരുന്നു ഇതൊക്കെ സഹിച്ചിരുന്നത്? സഹിക്കാനാണോ പണി? എല്ലാ സഹനവും മാറ്റിത്തരാൻ എന്റെ പൊന്നേട്ടപ്പ വന്നില്ലേ? ഇപ്പോഴല്ലേ. നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ നല്ല ചെക്കന്മാരൊക്കെ ഉള്ളതാണ്. വളയ്ക്കും. എന്നാലേ ഇതുവരെ എന്നെ ആരും കാണിച്ചിട്ടില്ല. നിങ്ങൾ ആദ്യമായിട്ട് വന്ന ദിവസം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങളും പറയണത് തന്നെ. എല്ലാ പെണ്ണുങ്ങളും പറഞ്ഞോട്ടെ. അതുപോലെയാണോ ഞാൻ? ആർക്കറിയാ, വിശ്വസിക്കുന്നു. എന്നാ വിശ്വസിക്കണ്ട. അങ്ങനെ പറയല്ലേ. എന്തായാലും എന്റെ കൂട്ടുകാരനാണ്, ഞാൻ അവനോട് ചെയ്യണത് കുഴപ്പമൊന്നുമില്ലല്ലേ. ഒന്ന് വയ്യാറ്റാണല്ലോ. ഇനിയിപ്പൊ ആ ഒരു പശ്ചാത്താപം എനിക്കും കൂടി തന്നോ? ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞ. ഇവിടെ ഞാനൊരു 2 വിട്ടിട്ടൊരു ധൈര്യത്തിന് വന്നത്. അത് കാരണം നന്നായി. ഇപ്പൊ എന്തായാലും നേരം വഴിക്കുന്നില്ല, പോട്ടെ. നാളെ വരുവാ? ഇനിയിപ്പോ ഡെയിലി വരാം. എന്നാ ശരി. ആ മടിക്കുറത്തെ വാതിൽ തുറന്നിട്ടുണ്ട്, അതിലൂടെ പോയേക്കാം. നീയൊന്ന് വന്നോ കൂടെ. ശരി.
പോവാൻ തോന്നുന്നില്ല.